അല്ല കാക്ക, നിങ്ങൾ പെരക്കാരെ അറിയിച്ചിട്ടില്ലേ? വീട്ടിൽ വണ്ടിയൊക്കെ ഉണ്ടല്ലോ. ഞാന് വിസ ക്യാൻസൽ ആയിക്കാണ്ട് വരികയാണ്. ആകെ പാപ്പർ സൂട്ട് അയക്കണേ. പെരക്കാരെ അറിയിച്ചുമ്പോ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിരിക്കാണ്. എന്താണ് അവസ്ഥ നല്ലാക്കല്ലേ അറിയുള്ളൂ. ഇപ്പൊ നിങ്ങളെന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? അതൊക്കെ പറയടാ. അല്ല ഇമ്മൂടെ ഉമ്മാട് മാനോക്കാട് കേൾക്കണേ. ശരി, ഞാൻ വിളിക്കാം. എവിടുക്ക പോണേ? ഞാനേ മാളൂനെയും കുട്ടികളൊന്ന് കാണാൻ വേണ്ടി പോവാണ്. അറിയിക്കാതെ വന്നതല്ലേ, അതുപോലെ കാണാച്ചിട്ട്. അല്ല അന്ന് രാവിലെ നീച്ചപ്പോ അന്നെ കണ്ടില്ലോ. ഞാനൊരു സാധനം വാങ്ങാൻ വേണ്ടിട്ട് അങ്ങാടിക്ക് പോയത്. അത് ശരി, എന്നാ ഞാൻ പോട്ടടാ. അവിടെ നിൽക്കി പോണ്ടേ? എന്താണ് ഇതേറ്റ പോണത്? അതല്ലേ വന്നാളി. നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ. നിങ്ങൾക്ക് വേണ്ടിട്ട് വെച്ചോളി. പിന്നെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ടി വരും. ഇത് കുറച്ച് പൈസയാണ്. ഇതവിടെ വെച്ചോളി. നിങ്ങൾ പണ്ട് പോയിന്ന് അതേമാതിരി ഗൾഫുകാരനായി തന്നെ പോയാ മതി. കാറായിട്ട് പോയിക്കോളി. വേണ്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഓർമ്മ അന്ന് മുതൽ നിങ്ങൾ ഞങ്ങളെ പൊന്നുപോലെ നോക്കി. നിങ്ങളെ പൊന്നുപോലെ നോക്കാനുള്ള എല്ലാം ഒന്നും എനിക്ക് അള്ള തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തിനെക്കാട്ടിയും അന്തസ്സായിട്ട് നിങ്ങൾ ജീവിക്കണം. ഹാപ്പി ആയിക്കോളി. നിങ്ങൾ അതിൽ പോയിക്കോളി. നിങ്ങള് വന്നെന്ന് പറഞ്ഞിട്ട് എന്താ പാട്? സുഖാടാ. ഞാനേ എന്ത് പെട്ടെന്ന് പോകും നിങ്ങള്? ഞാൻ ഒരുപാട് കാലം ഗൾഫിലായിരുന്ന. ഇപ്പൊ വിസയും ക്യാൻസലായി, കഴിക്കണ പത്തേസിൽ ഇല്ലാതായി. പെരക്കാര് പരിഗണിക്കോ എങ്ങനെയാണ് നമ്മളെ പിന്നെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളൊരു പേടിയിലിരുന്നടാ. പക്ഷെ ഞാൻ വിചാരിച്ച മാതിരിന്നല്ല എന്റെ മക്കള്, എന്റെ മോനായാലും എന്റെ കുടുംബമായാലും. നിങ്ങൾ ഭാഗ്യം ചെയ്തൊരു ഉപ്പല്ലേ സമതാക്ക. നിങ്ങളെ മക്കൾ എന്ന് പറഞ്ഞ പൊന്നു പോലെ നിങ്ങൾ നോക്കി വളർത്തിയതല്ലേ? അതെ അതെ അതെ. നിങ്ങൾ കുടുംബമാണ്, നിങ്ങളെ ലോകത്തിൽ ജീവിച്ചൊരു മനുഷ്യനല്ലേ? അങ്ങനത്തെ നിങ്ങളെ പടച്ചോൻ കൈവടിയോ? കറക്റ്റ്. പിന്നെ ഞാൻ ഇന്റെ വാപ്പാന്ന് പറഞ്ഞാല് ഇന്റെ വാപ്പാനെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരുപാട് കാലം പ്രവാസത്തിൽ നിന്ന് അവസാനം മയ്യത്തയക്കാനാണ് എന്റെ വാപ്പ. എന്റെ വാപ്പാനെ ഏതായാലും ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. ഏതായാലും നിങ്ങള് ഭാഗ്യം ചെയ്തൊരു ഉപ്പാണ്. ഞാൻ പോട്ടെന്നാല് നിങ്ങൾ ഫോണെടുത്ത് പോയിക്കോളി. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും.